അവനവനോടുള്ള സ്നേഹം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നതുപോലെ എൻ്റെ അയൽക്കാരനെ നീ സ്നേഹിക്കുന്നത് പോലെ നിന്നെയും സ്വയം നീ സ്നേഹിക്കണം, അറിയണം എന്നുള്ളതായിരുന്നു ഇന്നലത്തെ വിഷയം. അതിനെക്കുറിച്ച് എല്ലാവരും നന്നായി ചിന്തിച്ചിരുന്നോ? സ്വയം എത്രത്തോളം നമ്മൾ അറിയുന്നുണ്ട്, നമ്മളിലുണ്ടാവുന്ന മാറ്റങ്ങളൊന്നും വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ വലിയ വലിയ രോഗങ്ങൾ ഇന്ന് നമുക്ക് വരില്ലായിരുന്നു, അല്ലേ? ശരീരത്തിലുണ്ടാവുന്ന ഓരോ മാറ്റങ്ങളും അറിഞ്ഞറിഞ്ഞറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ നമ്മൾ രോഗിയാവില്ലായിരുന്നു. ഇതൊരു പ്രത്യേക നിമിഷത്തിൽ ഒരു ഇടുത്തി വന്ന് വീഴുന്ന പോലെ ഒരാൾ തിരിച്ചറിയാണ് ഹാർട്ടിന് ബ്ലോക്കുണ്ട്, അല്ലെങ്കിൽ ഷുഗർ വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ദഹന തകരാറ് സംഭവിച്ചിരിക്കുന്നു, ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട്, അല്ലെങ്കിൽ അൾസറുണ്ട്, അല്ലെങ്കിൽ തേയ്മാനം ആരംഭിച്ചിരിക്കുന്നു, ഡിസ്കിന് ബൾജുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള രോഗനിർണയങ്ങൾ അവനവൻ്റെ ശരീരത്തിൽ കാണുമ്പോൾ നമുക്കൊരു ഭയം, ഒരു ഞെട്ടലുണ്ടാവുന്നില്ലേ? എനിക്കോ? എൻ്റെ ഹാർട്ടിന് ബ്ലോക്കോ? എനിക്ക് ഇന്ന രോഗം? അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ. നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല ഒരു പ്രത്യേക രോഗം ഓരോരുത്തർക്കും ഉണ്ടാവും എന്നുള്ളത് ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എങ്ങനെയിപ്പോൾ എനിക്കെങ്ങനെ പ്രമേഹം വന്നത്, അല്ലെ എനിക്കെങ്ങനെ ഈ ഒരു രോഗം വന്നത് എന്ന തരത്തിൽ എല്ലാവരും സ്വയം ചിന്തിക്കും ഒരു ഡയഗ്നോസിസ് വരുമ്പോൾ. വാസ്തവല്ലേ? പക്ഷെ ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല എന്ന് നമുക്കറിയാം. ഒരു പെട്ടെന്നൊരു ബ്ലോക്ക് വരലോ അല്ലെങ്കിൽ പെട്ടെന്നൊരു പ്രമേഹം വരലോ ഒന്നുമില്ല. ഇതൊക്കെ എത്രയോ കാലം മുൻപ് ശരീരത്തിൽ ഇതിനുള്ളൊരു സാധ്യത ആരംഭിച്ചിട്ടുണ്ട്. ഇന്നേ നമ്മളത് അറിഞ്ഞുള്ളൂ, അല്ലെങ്കിൽ ടെസ്റ്റുകളിലൂടെ കണ്ടെത്താവുന്ന തരത്തിലേക്ക് ഇപ്പോഴേ എത്തിയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇത്രയും കാലം എന്താ നമ്മൾ അറിയാതിരുന്നത്? ഇപ്പോൾ പ്രമേഹം പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണ് ഇന്ന് ഒരാളുടെ അടുത്ത് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് ഒരാൾക്ക് ഷുഗർ കുറച്ച് കൂടുതലായി കണ്ടു, പ്രമേഹം ആരംഭിക്കുന്നുണ്ട് കേട്ടോ എന്ന് അയാളോട് പറയുമ്പോൾ കൂട്ടത്തിൽ ഡോക്ടർ പറയും ഏകദേശം 10 വർഷത്തോളമായിട്ട് ഒരു പ്രമേഹത്തിൻ്റെ സാധ്യതയിലായിരുന്നു നിങ്ങളുടെ ശരീരം. പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത് മുൻപത്തെ 10 വർഷക്കാലമുണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല. ജീവിതമൊക്കെ സാധാരണ പോലെ തന്നെ. ഇപ്പോൾ കാൽമുട്ടിന് തേയ്മാനമാണ്, ഇനി ഓപ്പറേഷനാണ് അടുത്ത വഴി എന്നൊരു ഡോക്ടർ നിർദ്ദേശിക്കുമ്പോൾ അന്ന് വരെ ഒരു പക്ഷെ നമ്മൾ പണിയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാളായിരിക്കും. പക്ഷെ മുട്ടുവേദന ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നും പോയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് വല്ലാതെ ബുദ്ധിമുട്ടിച്ച് തുടങ്ങിയപ്പോൾ ഒന്ന് ഡോക്ടറെ കണ്ടതാണ്. അപ്പോഴാണ് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ സ്കാൻ ചെയ്തൊക്കെ നോക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് എന്താ ഇപ്പോൾ കാണുന്നത്, ഇതെങ്ങനെ ഇത്രയും കാലം എങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയത് എന്നൊക്കെ ചോദിക്കുന്നില്ലേ പലരോടും. എന്താ ഈ രോഗം, നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. വാസ്തവത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. സ്വന്തം ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ സാധാരണഗതിയിൽ കാര്യമായിട്ടുള്ള പരിഗണന കൊടുക്കില്ല. ഇപ്പം ഇങ്ങനെയൊന്ന് ചിന്തിക്കുക, നമ്മുടെ വീട്ടിൽ സഹായിക്കാനായിട്ട് ജോലി ചെയ്യാനായിട്ട് വരുന്ന ഒരു വ്യക്തി, അടിച്ചു തുടയ്ക്കാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പാചകത്തിനൊക്കെ സഹായിക്കാനായിട്ട് വരുന്നൊരു ചേച്ചി, അവരൊരു ദിവസം വന്നിട്ട് പറയാണ് ഇന്ന് ഭയങ്കര നടുവേദന, അല്ലെങ്കിൽ ഇന്ന് എന്താണെന്നറിയില്ല വല്ലാത്ത തലവേദന, ഉറപ്പൊന്നും നല്ല ശരിയായില്ല, ആകെ തലവേദനയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ആജ്ഞാപിക്കൊന്നുമില്ല, തലവേദനയൊന്നും മിണ്ടാൻ നിൽക്കണ്ട, പോയി പണിയെടുക്കൂ എന്ന് പറയില്ല. അറിയോ? ഇല്ല. കാരണം അവരോട് നമുക്ക് ഇത്തിരി കരുണ തോന്നും. പാപം ഇന്നലെ രാത്രി അതിനെന്തോ ഉറക്കം ഒന്നും ശരിയായിട്ടില്ല, അപ്പം ഇന്നത് റെസ്റ്റ് ചെയ്തോളണം, ഇത്രയും തലവേദനിച്ചുകൊണ്ട് ജോലി ചെയ്യരുത്, ഇന്ന് കുഴപ്പമില്ല, എന്നൊന്നും ചെയ്യണ്ട എന്ന് നമുക്ക് പറയാനായിട്ടുള്ളൊരു മനസ്സുണ്ട്. എന്നാൽ ഇത് അവനവനാണ് സംഭവിക്കുന്നതെങ്കിലോ? ഇന്നലെ രാത്രി കുട്ടികൾ കരച്ചിൽ, വാറോട് ബഹളം, ടി വിയുടെ ശബ്ദം, ഉറക്കം ശരിയായില്ല, രാവിലെ ആവുമ്പോൾ തലയ്ക്ക് ഭയങ്കര കനം, തലയ്ക്ക് വേദന. പക്ഷേ എന്തായിരിക്കും നമ്മൾ വ്യക്തിപരമായിട്ട് എന്തായിരിക്കും ചെയ്യുക? ഇന്ന് ഞാൻ ലീവാണ് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുവോ, അതോ ഒന്നും വേണ്ട, റെസ്റ്റ് ഒന്നുമില്ല, തലവേദന എന്ന് പറഞ്ഞിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല, പണി തുടങ്ങുന്നത്, കാരണം വീട്ടിലെല്ലാവർക്കും ഭക്ഷണം കഴിക്കണം, കാര്യങ്ങളെല്ലാതും ഉണ്ടല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു വേലക്കാരന് കൊടുക്കുന്ന പരിഗണന പോലും വാസ്തവത്തിൽ സ്വയം കൊടുക്കുന്നില്ല.
അത് കരയുന്നുണ്ട് പല ഘട്ടങ്ങളിലും. എനിക്കൊന്നും ശരിയാവുന്നില്ല, എനിക്ക് തലയ്ക്ക് വല്ലാതെ കനമുണ്ട്, അല്ല കണ്ണിന് വല്ലാത്ത ക്ഷീണമുണ്ട് എന്നൊക്കെ പലപ്പോഴായി ശരീരം അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ നേരം നിന്ന് ജോലി ചെയ്യുമ്പോൾ പുറമൊക്കെ കളച്ചു പൊട്ടി തുടങ്ങി. അടുക്കളയിൽ കുറേ നേരം നിന്ന് പാത്രം കഴുകുമ്പോൾ എന്തൊരു പുറം കഴുപ്പാണ്. പക്ഷെ അവിടെ പാത്രം ബാക്കി വെച്ചിട്ട് നമ്മൾ പോയി കിടക്കുന്നില്ല. പുറം കഴുപ്പൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അതിനേക്കാൾ പ്രാധാന്യം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശരീരത്തിന് ഏറ്റവും കുറഞ്ഞ പരിഗണന മാത്രം കൊടുക്കുകയും ബാക്കി സകലതിനും പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു പോകുന്നത് കൊണ്ട് ശരീരത്തിൻ്റെ ഈ അപേക്ഷകളൊന്നും, അല്ലെങ്കിൽ അതിൻ്റെ ഈ ദുഃഖങ്ങൾ, അതിൻ്റെ ഈ കരച്ചിലുകളൊന്നും കാര്യമായിട്ട് നമ്മൾ അവർക്കൊന്നും ചെവി കൊടുക്കുന്നില്ല.